പതുക്കെ പതുക്കെ. ആവൂ, എന്താ ഇത്? രാമോൻ ഇപ്പൊ ഇടത്തും വലത്തും അകമ്പടികളായല്ലോ. ഇവന്റെ ഓരോ തമാശകൾ കേട്ടങ്ങനെ നടക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് നാണിയമ്മ വിശേഷങ്ങള്? വിശേഷം നിനക്കല്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് രണ്ടാളും കൂടി തുള്ളിച്ചാടി പോണ കണ്ടു. ഏതാൾക്കാരുടെ കാര്യ പറയണേ? വാസന്തിയും ലക്ഷ്മിയും. അല്ലാണ്ടാരാ? ഫോട്ടോ എടുക്കാനോ? എവിടേക്കാ? ബംഗ്ലാവിലേക്ക്. കണ്ണു കൊടുക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് തോമസ് മുതലാളി പറഞ്ഞു അത്രേ. എന്താ കുട്ടികളുടെ ഒരു സന്തോഷം. നീ ഭാഗ്യവാനാടാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുണ കിട്ടുമോ നിനക്ക്? കണ്ണെടുക്കുന്നതിൽ ഒരു പേടിയില്ല ആ കുട്ടിക്ക്. ആ, എന്തിനാ പേടിക്കണേ? ഇരുമെയ്യാണെങ്കിൽ ഇവരൊന്നല്ലേ. കൃഷ്ണേട്ടാ, ഞാൻ ബംഗ്ലാവ് വരെ ഒന്ന് പോയിട്ട് വരാം. ആയിക്കോട്ടെ മുതലാളി, എനിക്ക് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തിനാ? അങ്ങേര് ബൂർഷോ എന്നല്ലേ നീ പറയാറ്? ബൂർഷോയെ കാണാൻ നീ പോകണ്ട. നീ ഇങ്ങോട്ട് വാ. നീ ചെല്ലേ. ഓ, പതുക്കെ സൂക്ഷിച്ച്. ഇവിടെ വാ. പറഞ്ഞു വരുമ്പോ രണ്ടും ഒരു വർഗമാണല്ലോ ബൂർഷോ. പണം കൊടുത്തിട്ട് അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഷീ ഈസ് ബിഹേവിംഗ് ടോട്ടലി ഇൻഡിഫറന്റ്. ഡോണ്ട് വറി, ഐ വിൽ മാനേജ്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായത് ഡാഡി എങ്ങനെ അറിഞ്ഞാ പിന്നെ? ഒരു ഈച്ച പോലും അറിയില്ല. പക്ഷേ നീ ചെയ്യുന്ന കോടികളുടെ ഉപകാരത്തെക്കാൾ വലുതാണ് തോമാച്ചൻ ചെയ്യുന്നത്. അത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എന്ത് വേണമെങ്കിലും ശരിയാക്കി തരാം. വെയിറ്റ്. എന്തു പറ്റി? ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ അവൻ വല്ല അബദ്ധവും കാണിച്ചോ? പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ചില കാര്യങ്ങൾ പറയാൻ വന്നതാ. നോക്ക്, നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വിനോദിന് നിന്നോടൊരു ഇഷ്ടം തോന്നി. സത്യം പറഞ്ഞ ആർക്കും നിന്നോടൊരു ഇഷ്ടം തോന്നും. അത്രയ്ക്ക് മിടിക്കുക നീ. നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോ അവനൊരു അബദ്ധം കാണിച്ചു. കാണിച്ചത് തെറ്റായി പോയി. പക്ഷെ അതിന്റെ പേരിൽ നീ ഇനി വല്ല പ്രശ്നവും ഉണ്ടാക്കിയാൽ, പുറത്താരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ, നീ നിന്റെ അമ്മയെ അനുജനും ഒക്കെ ജീവനോടെ കത്തിച്ചാമ്പലാവും. അങ്ങനെ കത്തിച്ചാമ്പലായ പിന്നെ രാമുവിന്റെ കണ്ണോപ്പറേഷൻ നടക്കൂ? ഇല്ല. രാമുവിന് കാഴ്ച കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ? ഉണ്ട്. ആ മോഹം ഞാൻ സാധിച്ചു തരും. സാറേ, സാറേ, ജയന്തി സാറുണ്ടോ ഇവിടെ? ഞാൻ പിന്നെ സെന്റിനെ മണടിച്ചപ്പോഴേ മനസ്സിലായി. നമ്മുടെ ലക്ഷ്മിയും വാസന്തിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ നാണിത്തള്ള പറഞ്ഞേ. അവരില്ല ഇവിടെ. അവരിവിടെ ഉണ്ടടാ രാമു. ലക്ഷ്മി, ലക്ഷ്മി നിന്റെ ഭാഗ്യവാടാ. നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ അവൾ തയ്യാറാ, അല്ലേ ലക്ഷ്മി? ആളടുത്തുണ്ടോ? പിന്നെ ആള് വലിയ സന്തോഷത്തിലാ. ലക്ഷ്മിട്ടിയെ, എവിടെയാ നീ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? സാറേ, ഒരു ഫോട്ടോ എനിക്ക് തരണം കേട്ടോ. പിന്നെന്താ, കാഴ്ച കിട്ടുമ്പോ കാണാലോ. വാസന്തിയോ? അവളിവിടെ ഉണ്ട്. വാസന്തി, വാസന്തി, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനൊന്നും നടന്നിട്ടില്ല. ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞാൽ എനിക്കറിയാം
ആരും അറിയില്ല. നീ ബുദ്ധിയുള്ളവളാ. ഡേ, രാമ വിളിക്കുന്നു. ചെല്ലേ. വാസന്തി, സാറ് പോയോ? ഞാനിവിടെ ഉണ്ടടാ. എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. ആ, ഡോക്ടറോട് ചോദിച്ചിട്ട് ഓപ്പറേഷൻ തീയതി ഞാൻ അറിയിക്കാം. സാറിന് 100 പുണ്യം കിട്ടും. എങ്ങനെയാ നന്ദി പറയണ്ടേന്ന്? അതൊന്നും വേണ്ടടാ. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യും. എന്നാ ഞങ്ങള് ആ, ലക്ഷ്മിട്ടിയേ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി 1 നിമിഷം ഈശ്വര ധ്യാനം. ഈ ഗ്രാമനിവാസികൾക്ക് ആട്, പശു, കോഴി, താറാവ് തുടങ്ങിയ വിതരണം ചെയ്യുന്ന ഈ മേള ഉദ്ഘാടനം ചെയ്യുവാൻ നമുക്ക് ഇദ്ദേഹത്തെ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. സമയക്കുറവ് മൂലം ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു മെമ്പർമാരെ, പ്രിയമുള്ള ശ്രീ കൃഷ്ണൻ നായർ, സർവോപരി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നന്മ നിറഞ്ഞവരായ എന്റെ ആത്മാവിന്റെ ആത്മാവായ വള്ളിക്കുന്ന് നിവാസികളെ, മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെ വളർച്ചയാണ്, ഗ്രാമങ്ങളുടെ ഉയർച്ചയാണ്, ഗ്രാമവാസികളുടെ തിരിച്ചറിവാണ്. ഈ മഹാഭാരത ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ അശരണരായി അവർ ജീവിക്കുന്നു. അവരിൽ പ്രതികരണശേഷിയും അധ്വാനശേഷിയും വളർത്തിയാലേ നമ്മുടെ നാട് വളരുകയുള്ളൂ. പൊള്ളയായ വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മുടെ പ്രിയങ്കരനായ കവി പാടിയ ഈ ഇരടികൾ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അധികം നീട്ടുന്നില്ല. നിങ്ങളുടെ കരുവാകത്തോടെ ഈ വികസന പദ്ധതി ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.